കെടാത്ത കനലുകൾ. ആകാശവാണി കവരത്തി നിലയത്തിന്റെ കെടാത്ത കനലുകൾ എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ള അതിഥി കവരത്തി ദ്വീപിൽ നിന്നുള്ള ശ്രീ കദിയാത്തോട മുഹമ്മദാണ്. അദ്ദേഹം ആദ്യ തവണ കെടാത്ത കനലുകളിൽ വന്നപ്പോൾ നമുക്ക് ഒരുപാട് പാട്ടുകൾ പാടിത്തന്നു. അദ്ദേഹം ദ്വീപിൽ അറിയപ്പെടുന്ന നാടൻ പാട്ട്, കോൽക്കളി, പരിചക്കളി തുടങ്ങിയ നാടൻ കലാരൂപങ്ങളിലൊക്കെ പ്രാഗൽഭ്യം തെളിയിച്ച ആളാണ്. മാത്രമല്ല ലക്ഷദ്വീപ് കാർഷിക വകുപ്പിൽ ദീർഘകാലം സേവന പരിചയമുള്ള ആളുകൂടിയാണ്. ഇന്ന് അദ്ദേഹം നമ്മളോട് പങ്കുവെക്കുന്നത് ഈ ലോകകപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ അദ്ദേഹം ഒരു പഴയകാല ഫുട്ബോൾ കായിക താരമാണ്. അദ്ദേഹത്തോട് നമുക്ക് അദ്ദേഹത്തിൻ്റെ കായിക അനുഭവങ്ങൾ, ഫുട്ബോൾ അനുഭവങ്ങളൊക്കെ ചോദിച്ചറിയാം. പരിപാടിയിലേക്ക് സ്വാഗതം. അസ്സലാമു അലൈക്കും. പഴയ കാലത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കവരത്തിയിൽ ഫുട്ബോൾ എന്ന ഒരു കായിക ഇനം എങ്ങനെയാണ് വേരുറപ്പിച്ചത്? അന്നത്തെ നമ്മുടെ കളിസ്ഥലങ്ങളുടെയൊക്കെ അവസ്ഥ എന്തായിരുന്നു? നല്ല ജൂനിയർ കുട്ടികളാണ് എൻ്റെ കൂടെ ഹൈസ്കൂൾ പഠിക്കുമ്പോൾ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ വെച്ച് എപ്പോഴും ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കും. വേറെ ദ്വീപിൽ നിന്ന് ടീമൊക്കെ വരും. ആക്കത്തി, അമ്മീനി, കടവൻകിളത്തം, ചീത്തല, മിനിക്കോയ് എല്ലാ ദ്വീപിൽ നിന്നും മത്സരിക്കാൻ വേണ്ടി മുക്കുറിജി ടൂറിന് വേണ്ടിയിട്ട് വരും. അപ്പോൾ ഞാൻ ഇവിടെ ഹൈസ്കൂൾ പഠിക്കുമ്പോൾ ഞങ്ങളും പങ്കെടുക്കും. ശശി മാഷായിരുന്നു ഞങ്ങൾക്ക് കോച്ചിങ് തരുന്നത്. മാഷം അവരൊക്കെ ഫെൻസിങ്ങായിട്ട് അവരുടെ നാട്ടിൽ പോയി. പിന്നെ ലക്ഷ്മണ മാഷ്, അവർ രണ്ടുപേരുമാണ് ഞങ്ങൾക്ക് കോച്ചർ. എൻ്റെ കൂടെ എമ്പാടും കൂട്ടുകാരുണ്ടായിരുന്നു കളിക്കാൻ. അവരുടെ പേര് മരിച്ച ആളുകളുണ്ട്, മര്യാദ ഇപ്പം ജീവിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. ഞങ്ങളൊക്കെയാണ് ഒരു ടീമിൽ കളിച്ചിരുന്നത്. കളിക്കുമ്പോൾ ഫ്രണ്ടിൽ ഇരിക്കാൻ ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിക്കുള്ള പ്ലേസ് ഒന്നും ഇല്ലായിരുന്നു. പിന്നീടാണ് ആ ബിൽഡിങ്ങൊക്കെ വന്നത്. ആദ്യമായിട്ട് കളിച്ചു തുടങ്ങിയത് ഇപ്പോൾ ചെറുപ്പകാലത്തിലൊക്കെ നമ്മൾ നമ്മുടെ തോട്ടത്തിലൊക്കെ കളിച്ച് നടക്കലുണ്ട്. അങ്ങനെ കളിച്ചു തുടങ്ങിയ എവിടെയായിരുന്നു? അത് നമ്മ കോഴിക്കോട്ട് എന്ന് പറഞ്ഞിട്ട് വടക്കോട്ടൊരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. വൈകുന്നേരം അവിടെ പോയിട്ടാണ് ഞങ്ങൾ കളിക്കുന്നത്. എന്നെ പോലത്തെ കുട്ടികളുമായിട്ട് വലിയവരൊക്കെ ഉണ്ടാവും. ആ കൂട്ടത്തിൽ ഞാനും പോയിട്ട് അവിടെ കളിച്ച് പ്രാക്ടീസ് എടുക്കും, നല്ലോണം കളിക്കുകയും ചെയ്യും. പിന്നെ അങ്ങ് ഓരോരോ ക്ലബ്ബുകാരുമായിട്ട് ഓരോരോ ടീമും അവർ തരും. അപ്പോൾ അവരുമായിട്ട് ഞങ്ങൾ ആഴ്ചയിൽ അല്ലെങ്കിൽ ഒരു മാസം, 1.5 മാസം അങ്ങനെ കളിച്ചുകൊണ്ട് ഇരിക്കും. എല്ലാ ക്ലബ്ബുകാരും ഞങ്ങളുമായിട്ട് ടീം തരും. അപ്പോൾ ഞങ്ങളും ടീം കൊടുക്കും. ഞങ്ങളൊരു 14 പേരുണ്ടാവും. ഞങ്ങളെല്ലാവരും ടീം കൊടുക്കും. അപ്പോൾ ഈ കളിക്കുന്ന കൂട്ടത്ത്, എൻ്റെ കൂടെ കളിക്കുന്ന കൂട്ടത്ത് അബ്ദുൽ ഖാദർ, വടക്ക് വശത്തുള്ളതാണ് അവരൊക്കെ. പിന്നെ അഹമ്മദ്, കുന്നങ് അഹമ്മദ്, പുളിപ്പിര സൈദോമോയ അവരൊക്കെ മരിച്ചുപോയി. ഹിഡാവ് ഇനിയുണ്ട്. പിന്നെ യാക്കത്ത്, ജനിക്കാട് മുല്ലക്കോയ മാഷ്, പിന്നെ പാത്തുമ്പാപ്പാട സൈലാദ് മാഷ്, പിന്നെ ഏടി കിടാവ് കോയ, പ്രിൻസിപ്പാൾ കിൾത്തൻ ആറ്റക്കോയ മാഷ്, അങ്ങനെ അമീലത്തൊരു അബ്ദുൽ ഖാദർ, മൂപ്പര് ക്ലാർക്കാണ്. ഇപ്പം ഫെൻഷായി. പിന്നെ കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ മരണപ്പെട്ടു. യാക്കത്ത് അവരൊക്കെ മരണപ്പെട്ടു. അഹമ്മദ്, കുന്നങ് അഹമ്മദ്, അവരൊക്കെ നല്ല പ്ലേയേഴ്സാണ്. അപ്പോൾ കളിച്ചിരുന്ന ഒരു ടീമിൻ്റെ പേരെന്തായിരുന്നു? ക്ലബിൻ്റെ പേരെന്തായിരുന്നു? ക്ലബില്ല, നെഹ്റു യുവ ക്ലബ്ബ്. നെഹ്റു യുവ ക്ലബ്ബ്. അന്ന് കവരത്തി ദ്വീപ് അറിയപ്പെട്ട ക്ലബ്ബുകൾ ഏതൊക്കെയായിരുന്നു? ആ ക്ലബ്ബായിരുന്നു ഉള്ളത്. പിന്നെ TP അബ്ദുൽ ഖാദർ, അവരൊക്കെ വേറെ ക്ലബിലൊക്കെ ഉള്ളതാണ്. അവർ ഓരോരോ ക്ലബിൻ്റെ പേരിലാണ് അവർ കളിക്കുന്നത്. നോർത്തൻ പ്രദേശിൽ കളിക്കും അവർ. യൂത്ത് ക്ലബ്ബെന്ന് പറഞ്ഞിട്ടൊരു ക്ലബ്ബുണ്ടായിരുന്നു, അതിൽ കളിക്കും. പിന്നെ അഗ്രികൾച്ചർ ഷംസുദ്ദീൻ സാറിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. ഷംസുദ്ദീൻ സാർ ചണിക്കും, ഞങ്ങൾ അഗ്രിൻ്റെ വക ഒന്ന് കളിച്ചു കൊടുക്കും. അങ്ങനെ പലരും വിളിക്കുമ്പോൾ കളിച്ചെല്ലാം കൊടുക്കും. വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. പൈസയാണ് അപ്പോഴത്തെ ഇത്, പൈസയാണ് സമ്മാനമായിട്ട്. സമ്മാനം, പിന്നെ സോപ്പ്, അങ്ങനെയൊക്കെ ഉണ്ടെന്ന് അവർ പറയാറ് നല്ലോണം ഇതിലാക്കും. ഞങ്ങൾ കുറേ പേരുണ്ട്, ആ ഭാഗത്തുള്ള കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചെറിയ ക്ലബ്ബുകാർക്ക് കോൽക്കളി കളിക്കാനും എന്നെ തന്നെയാണ് ക്ഷണിക്കുക. ഫുട്ബോളിൻ്റേതായ ചെറിയ കോച്ചിങ് ഉണ്ട് അവിടെ. ഇപ്പം ഗേൾസ് സ്കൂളുണ്ട് അവിടെ, JB സ്കൂൾ. ആ കുട്ടികൾക്ക് ഓരോ കോച്ചിങ്ങിനെല്ലാം എന്നെ വിളിക്കാറുണ്ട്. പിന്നെ ഇപ്പം ബാലസമാജം, സാഹിത്യ സമാജം അങ്ങനെ ഒന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ ഉദ്ഘാടനത്തിനെല്ലാം എന്നെ വിളിച്ചു. ഞാൻ പാട്ടൊക്കെ പാടി, പിന്നെ മിമിക്രിയൊക്കെ കാണിച്ചു കൊടുത്തു, മോണായിട്ട് കാണിച്ചു കൊടുത്തു. എല്ലാം അവർക്ക് പറയാറ് ടീച്ചേഴ്സിനും കുട്ടികൾക്കും എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. നേരത്തെ പറഞ്ഞു കോച്ചിങ് തരാൻ വേണ്ടി ശശിമാഷ് ഉണ്ടായിരുന്നു. അങ്ങനെ പരിശീലനം നൽകാൻ വേണ്ടി കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. കരയിൽ ഞാൻ അപ്പോഴത്തെ ഹൈസ്കൂളിലാണ് വന്ന് പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് ഹൈസ്കൂളിലായി. ഹൈസ്കൂളിൽ വന്നപ്പോൾ ശശിമാഷ്, ലക്ഷ്മണ മാഷ്,
അവരൊക്കെയാണ് ഞങ്ങൾക്ക് കോച്ചിങ് തരുന്നത്. അപ്പോൾ ഇങ്ങനെ ഇവിടുന്ന് കോച്ചിങ് കിട്ടി പുറത്തെവിടെയെങ്കിലും പോയി കളിച്ചിരുന്നോ? പുറത്ത് പോയിട്ട് ഡൽഹിയിൽ പോയിട്ടൊക്കെ കളിച്ചിട്ടുണ്ട്. ആ കളിയുടെ അനുഭവങ്ങളൊന്ന് പറയാം. അത് ഈ പറഞ്ഞ ആ പേര് പറഞ്ഞ ആൾക്കാർ മുഴുവനും ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ മരിച്ചുപോയി. കിടാവുണ്ട്, കുളിപ്പുര കിടാവുണ്ട്, പിന്നെ സൈൻ ഹമീദ്, പിന്നെ കിടാവുകോയ AD കിളുത്തങ്കാരൻ, ആറ്റക്കോയ പ്രിൻസിപ്പാൾ, കിളുത്തത്തെ അമ്മയുടെ പ്രിൻസിപ്പാളായിരുന്നു. അവരൊക്കെ ഉണ്ട്, ഇനിയും ജീവിച്ചിരിപ്പുണ്ട്, പെൻഷനായി അവരൊക്കെ. അങ്ങനെ അന്നത്തെ ഒരു യാത്ര എങ്ങനെയാണ് പോയത്? യാത്ര നല്ല ഇതാണ്. ഇവിടെ നിന്ന് കോച്ചിങ് കിട്ടി ഗോളിയോറിൽ പോയിട്ട് 1 മാസം ഞങ്ങൾക്ക് അവിടെ നിന്ന് കോച്ചിങ് തരും അവർ. അവിടെ നല്ല തണുപ്പുള്ള ഏരിയ ആയിരുന്നു. അപ്പോൾ മാഷ് ഞങ്ങളുടെ കൂടെ ഉണ്ട്, ശശി മാഷുണ്ട്, ലക്ഷ്മണ മാഷുണ്ട്, ഞങ്ങൾ കൊണ്ടുപോകാം. എന്നിട്ട് അവിടെ 1 മാസം നിന്ന് കോച്ചിങ്ങൊക്കെ നടത്തി. വേറെ ടീമ് വലിയവർ, ജൂനിയർ എന്ന് പറഞ്ഞ് വരുന്നത് വലിയ ആൾക്കാരാണ്, നല്ല ബോഡിയുള്ള ആൾക്കാർ. അപ്പോൾ ഞങ്ങൾ വിചാരിക്കും ഇത് ജൂനിയറാണ്, ഞങ്ങൾക്കടി എത്ര വലുപ്പവും തടിയും വെയിറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ചെറിയ കുട്ടികളാണ് ജൂനിയർ. ഇവർ ജൂനിയർ എന്ന് പറഞ്ഞ് ഞങ്ങളുമായിട്ട് ടീമിൽ വന്ന് ഞങ്ങളുമായിട്ട് കളിക്കും. അപ്പോൾ ഞങ്ങൾ എന്നെയൊക്കെ പിടിച്ചതൊന്നും കിട്ടൂല. പുള്ളിപ്പുര കിടാവും അവരൊക്കെ ബേക്കിലൊക്കെയാണ്. സൈദോമോ എല്ലാം മരിച്ചു. അവരൊക്കെ ബേക്കിൽ നല്ല ശുദ്ധ അടിയാണ് അടിക്കുന്നത്. അപ്പോൾ ഇവരെ തുടേൻ്റെ മേലിൽ കൂടി ഞാൻ കഴിഞ്ഞൊക്കെ, ഞാൻ ഫോർവേഡാണ്, ഞാൻ കുഞ്ഞാടത്ത് അബ്ദുൽ ഖാദർ, ഞാൻ ഒക്കെ ഫോർവേഡാണ്. അപ്പോൾ ഞങ്ങൾ ഇവർക്ക് കിട്ടാത്ത എന്നെ കിട്ടൂല. മെലിഞ്ഞ ആളായതുകൊണ്ട് എനിക്കെന്ത് കുസൃതി എടുത്തിട്ടും ഇവരെ മുമ്പിൽ എത്തണം എന്നുള്ള ഇതിലാണ് നല്ല കോച്ചിങ് തരികയും ചെയ്തിട്ട്. ഞാൻ എവിടെ ഇടിച്ചാലും എന്നെ ഇടിച്ചാലും ഞാൻ കുറേ ദൂരെ പോവും. ഒരു പരിപ്പറ്റലോ വീഴും, മാത്രം പുളിയിൽ വീഴും, അത്രേ ഉള്ളൂ. വരക്കൊന്നും പറ്റുന്നില്ല. നല്ലോണം അവർക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫോർവേഡ് കളിക്കാരനായി എനിക്ക് സമ്മാനങ്ങളും എല്ലാവർക്കും തന്നെ. ഞങ്ങളെല്ലാവർക്കും ഞങ്ങൾ 16 പേരുണ്ടായിരുന്നു. 16 പേർക്കും നല്ലോണം സമ്മാനങ്ങളും എല്ലാം തന്നു. മാത്രം അവരുമായിട്ട് കളിച്ചാൽ 3 ഗോൾക്ക് എന്തോ തോറ്റു, അത്രേ ഉള്ളൂ. ആ വലിയ ടീം, ഏറ്റവും വലിയ ടീം അവരുമായിട്ട് ഞങ്ങൾ കളി കാണാൻ അവിടെ ഗ്രൗണ്ടിൽ ഉണ്ടാവും, ഡൽഹി തന്നെ. അപ്പോൾ ഇവരെ കളി കണ്ടിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഇവരുമായിട്ട് ടീമുമായിട്ട് കളി കിട്ടുന്നത്. അപ്പോൾ കളിച്ച് ഞങ്ങൾ എന്നെ പിടിച്ചാലൊന്നും കിട്ടൂല. അപ്പോൾ ഇവരെന്തെങ്കിലും കാലിൽ തട്ടുകയോ എന്തെങ്കിലും എന്നെ താട്ടും. താട്ടിട്ട് അങ്ങനെ ഇതാ ചെയ്തിട്ട് മുമ്പിൽ പോകുന്നല്ലാണ്ട് മറ്റാണ് പോകാൻ ഞങ്ങൾ ആരും വിടൂല. അത്രയ്ക്ക് നല്ല സർവീസ് ശശി മാഷോ തന്നിട്ടുണ്ട്, ലക്ഷ്മണ മാഷോ. അത്രയ്ക്ക് നല്ല കോച്ചർമാർ ആയിരുന്നു മാഷന്മാർ. അതുപോലെ ഞങ്ങളും എങ്ങനെ വീണാലും എങ്ങനെ മലക്കാൻ ഇട്ടാലും 2 കാലിൽ നിലത്തിക്കൊള്ളും. അത്രയ്ക്കും ചുടരമുള്ള കളിക്കാരായിരുന്നു എല്ലാവരും. പറഞ്ഞു കേട്ടിട്ടുണ്ട് ഉള്ള ടീമിന് ബാക്കിയുള്ള ടീമുകാർക്ക് എല്ലാവരും ഭയങ്കര എനർജി പകരുന്ന ഒരു കളിക്കാരനാണ് ഇപ്പോൾ. അപ്പോൾ എല്ലാ കളിക്കാരെയും ഇങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാനും കളിക്ക് ഒരു കളർ നൽകാനും അതെങ്ങനെയാണ് പറ്റുന്നത്? അത് ഞങ്ങൾ ഒരുമിച്ച് തന്നെ എല്ലാ ടീമിലും ഞാൻ പോയി കളിക്കലുണ്ട്. അവരും വന്ന് ഞാനുമായിട്ട് മുഹമ്മദ് വന്നിട്ട് ഞങ്ങളുടെ കൂടെ ഒന്ന് കളിക്കണം ഇപ്രാവശ്യം. അപ്പോൾ ഓഗസ്റ്റ് 15-ന് തന്നെ കളിപ്പിക്കാറുണ്ട്. അപ്പോൾ എല്ലാപ്പോഴും ഞങ്ങൾ മാറി കിടാവുണ്ടാവും, ഞാനുണ്ടാവും, സ്വയംമോയ ഉണ്ടാവും, അവരൊക്കെ ഉണ്ടാവും. ചിലർ മാത്രമേ മരിച്ചവർ ദേശം ശേഷി കെട്ട ആൾക്കാരായി. നമ്മൾ ചാലാപ്പാട ജാഹത്ത് അവരൊക്കെ മരിച്ചുപോയി. അവർ പിന്നെ പാത്തുമ്പാപ്പട സൈനില മാസ്റ്റർ ഇപ്പോഴും ഉണ്ട്. എല്ലാ മാസവും നല്ലോണം കളിക്കും. അങ്ങനെ കുറേ പേരൊക്കെ പോയി ഞങ്ങളിൽ നല്ലോണം കളിക്കും. എല്ലാ ക്ലബ്ബുകാരും വന്ന് ഞങ്ങളങ്ങാട്ട് പങ്കെടുക്കും. ഞങ്ങളും അവരുമായിട്ട് ഞങ്ങളുടെ സീരിക്കോയ എല്ലാം ഇന്നിങ്ങുണ്ട്. സീക്കോയനോടൊക്കെ പറഞ്ഞാൽ TP അബ്ദുൽ ഖാദർ അവരൊക്കെ രാഷ്ട്രീയത്തിലെല്ലാം ഇതായിട്ട് ഇതായിപ്പോയി. അവരൊക്കെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഒരു ടീമിലെല്ലാം കളിച്ചിട്ട് അത്രക്കും നല്ല കളിക്കാരെ തിരഞ്ഞെടുത്ത് എന്നെ. അപ്പോൾ ഞാൻ ഫോർവേഡ് തന്നെ, മുഹമ്മദ് എവിടെ കളിക്കാൻ എനിക്ക് ഫോർവേഡാണ് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത്, ഞാൻ ഫോർവേഡിൽ തന്നെ കളിച്ചോളാമെന്ന് പറഞ്ഞു. അങ്ങനെ കളിച്ച് അവരുമായിട്ടെല്ലാം വേറെ ദ്വീപിലെല്ലാം പോയി കളിച്ച്, കിളുത്തനിൽ, ആന്ധ്രോത്തിൽ, കൽപ്പേനിയിൽ എല്ലാം പോയി കളിച്ചതിൽ. അപ്പോൾ അഗ്രീൻ്റെ പേരിലാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത് ആക്കത്തിലത്തെ. അപ്പോൾ ഇങ്ങനെ കളി കഴിഞ്ഞ് നമ്മൾ എത്തുമ്പോൾ ഇപ്പോൾ ടൂറ് പോയ ഒരു അവസ്ഥയായിരിക്കും. നമ്മൾ അത്ര ദൂരം പോയി കളിക്കാൻ വേണ്ടി പോയിരിക്കും. അപ്പോൾ കളി കഴിഞ്ഞ് രാത്രി റൂമിലെത്തുമ്പോൾ അവിടെ എങ്ങനെ പാട്ടും കച്ചേരിയും കളിയൊക്കെ ഉണ്ടാവും? എല്ലാം ഉണ്ടാവും. എന്തൊക്കെയായിരുന്നു ചെയ്തുകൊണ്ട്? എല്ലാവരും ഇരുന്ന് ഞങ്ങൾ ഡോലി ഒന്ന് സംഘടിപ്പിക്കും. ഡോലിപ്പാട്ട് പിന്നെ സംഘടിപ്പിച്ച് ഞാൻ തന്നെയായിരിക്കും പാടുക കൂടുതലും. അവർ ചെറിയ തരത്തിലുള്ള പാട്ടുകളൊക്കെ പാടും, കൂടുതൽ ഞാൻ പാടും. അങ്ങനെയല്ല, എന്നെ പിന്നെ മിമിക്രി കാണിക്കും, മോണായിട്ട് കാണിക്കും, സമയം പോകാൻ വേണ്ടി. പിന്നെ ഓരോരോ ആൾക്കാർ അവരും ചെറിയ തരത്തിലുള്ള പാട്ടുകൾ ഡോലിപ്പാട്ട് പാടും. ഞാൻ പിന്നെ വിരുത്തം വയ്ക്കും. നമ്മ ഇവിടുന്ന് ബമ്പനുണ്ടായിരുന്നു, നമ്മൾ തിരുവത്തവര സൈനുൽ ഹമീദ് ലൈബ്രറിയൻ.
അയാൾ മരിച്ചുപോയി. അയാളെയാണ് ഞങ്ങൾ ഡോലിക്ക് മുട്ടാൻ കൊണ്ടുപോകുന്നത്. എവിടെ ഉണ്ടെങ്കിലും സൈലാദിനെയാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. അയാൾ മരിച്ചു. ഡോലി മുട്ടാൻ വേണ്ടി അത്രയ്ക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളായിരുന്നു അയാൾ മുട്ടാൻ. അയാളുടെ കീഴിലായി ഡോലിപ്പാട്ട് ഞങ്ങളൊക്കെ പണ്ട് മേടിച്ചിരുന്നത്. അന്ന് പാടിയ എന്തെങ്കിലും പാട്ട് ഓർമ്മയുണ്ടോ? കളിക്കാൻ പോയപ്പോൾ പാടിയ പാട്ട് എന്തെങ്കിലും? കോൽക്കളി കളിക്കാൻ അല്ല, മറ്റേ ഫുട്ബോൾ കളിക്കാൻ ചെന്നപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ഡോലിപ്പാട്ടോ. ഡോലിപ്പാട്ടാണ് കൂട്ടത്തിൽ നല്ല പാട്ടൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പാടാം കൂടുതലും. അങ്ങനെ ഉണ്ടാക്കി പാടിയ പാട്ടൊന്നും ഒന്നും ഇല്ല. നിന്നും എന്നിൽ വിളംബരം നസീഹാമൻ്റെ ഊരത്തിൽ നീ ലബാഹ്ദൈ തെളിഞ്ഞിടുന്നേ കഹബദിലബദൽ തരുളികലാകും നബുതേരി സർജിവില്ലൈരി ലഹും ജിമ്പും സൗദകളിട്ടേ ലീമത്തൻ താഹൈ തന്നിൽ ഊരത്തിടുന്നേ എന്നിൽ തകർത്തിടല്ലേ എൻ ഉപകളിൽ അബുസനിൽ ഉപസയ മുത്ത് സമീതത്തിൽ മുത്തലിവാലുള്ള ഹലീമത്ത് എൻ തിരു മുസ്തഫ യാ ഹബീബുല്ലാ. അങ്ങനെയൊക്കെ പാടിയിട്ട് നല്ല ഡോലിപ്പാട്ട്. അതില്ലാതെ വേറെ പാട്ടുകളൊക്കെ പാടും, ഹരമുള്ള പാട്ടുകളൊക്കെ പാടും. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്നിച്ച് കളിക്കാർ മൊത്തം ഇങ്ങനെ യാത്ര പോകുമ്പോൾ അന്ന് ഇത്ര സൗകര്യങ്ങളൊന്നും ഇല്ല, ഇല്ല, സൗകര്യമൊക്കെ ഇല്ല. അന്നത്തെ യാത്രയെക്കുറിച്ച് പറയുമ്പോൾ എന്താ ഓർമ്മ വരുന്നത്? അപ്പോൾ പോകുമ്പോൾ രാജലക്ഷ്മി ധനലക്ഷ്മി എന്ന് പറയുന്ന ഷിപ്പാണുള്ളത്, രണ്ടും ചെറുത്. അപ്പോൾ കുറേ പേര് അപ്പോൾ അതിൻ്റെ ക്യാബിൻ്റെ മുകളിൽ എന്നുവെച്ചാൽ ഹാറ്റ് ഉണ്ടാവും, സാധനം അടിയിലും ഹാറ്റ് മുകളിലും. അതിൻ്റെ മുകളിലാണ് ഞങ്ങൾ വിരിപ്പൊക്കെ വിട്ട് കിടന്ന് ഉറങ്ങാനും പിന്നെ പാടാൻ സമയം പോക്കാൻ അതിൻ്റെ മുകളിലിരുന്നിട്ട്. പിന്നെ ഒരു ദ്വീപിലെത്തിയാൽ ഞങ്ങൾ അവിടുന്ന് ഇറക്കാൻ തോണികൾ വരും. അപ്പോൾ അറിയാത്ത ആരും ഉണ്ടാവില്ല. സ്കൂളെല്ലാം പഠിപ്പെല്ലാം കഴിഞ്ഞതിന് ശേഷം അഗ്രിയിൽ വർക്ക് ചെയ്തു. അഗ്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഓരോരോ ദ്വീപിലും മേള ഉണ്ടാവും. അപ്പോൾ മേള ഉള്ളപ്പോൾ ഷംസുദ്ദീൻ സാറായിരുന്നു ഞങ്ങളെ ഓഫീസർ, ഡയറക്ടർ, അഗ്രി ഡയറക്ടർ. ഡയറക്ടർക്ക് നല്ല ഇതുള്ള ആളാണ്, ഇങ്ങനത്തെ കളി ശരിയും ഫുട്ബോൾ കളിക്കാനും എൻ്റെ കൂടെ ഫുട്ബോൾ കളിക്കാനും എല്ലാം ഉണ്ട് പങ്കെടുത്തിട്ടുണ്ട് സാറ്. എന്നെ വിടുകയില്ല സാർ. നമ്മൾക്ക് പോയിട്ട് ഇന്നോടത്ത് പോയിട്ട് പാടണം, മിമിക്രി കാണിക്കണം, മോണായിട്ട് കാണിക്കണം. സാർ എന്ത് പറയുന്നു ഞാൻ റെഡിയാണ്. അത്രക്കും പരിചയം കൊണ്ട് അവിടെ കരിങ്ങ എന്ന് പറഞ്ഞിട്ട് 2 ബോട്ടുണ്ടായിരുന്നു, അഗ്രികൾച്ചർ. ആ ബോട്ടും കൊണ്ടാണ് എല്ലാ ദ്വീപിലും ഞങ്ങൾ മേള നടത്താൻ പോകുന്നത്. മിനുക്കോ ഒഴിച്ച് അങ്ങനെയെല്ലാം കൊണ്ടുപോയി ഷംസുദ്ദീൻ സാറും എല്ലാം അവിടെയുള്ള ആൾക്കാരെല്ലാം പങ്കെടുപ്പിച്ചിട്ട് പലതും കാഴ്ചവെക്കാനുള്ള സ്റ്റാളെല്ലാം ഉണ്ടാക്കും. അങ്ങനെ പിന്നെ ഓരോരോ ടീമുണ്ടാകും. പ്രായമുള്ള വയസ്സായ ആൾക്കാരുള്ള കൊണ്ടിട്ടായിരുന്നു ഷംസുദ്ദീൻ സാർ ഈ ഡോലിപ്പാട്ടുകളൊക്കെ പാടും. അപ്പോൾ അവർക്ക് നല്ല പ്രൈസ്. അപ്പോൾ തുണി, വെള്ള കള്ളിയുള്ള തുണി, വെള്ള തട്ടം, ജുമായ്ക്ക് പോകാനുള്ള ഡ്രസ്സാണ് അവർക്ക് ഞങ്ങൾ സമ്മാനിക്കുക. പിന്നെ 2 കണ്ടം സോപ്പുണ്ടാവും, അത്തറുണ്ടാവും, സെൻ്റെന്ന് പറയുന്നത് അത്തർ. പള്ളിയിൽ പോകാൻ പുരട്ടുമല്ലോ. പിന്നെ തൊപ്പി, തല വെളുത്ത തട്ടം ഉണ്ടല്ലോ, അത് അവർ ഉപയോഗിക്കുന്ന ഹാഫ് ബനിയാൻ, കഞ്ഞിപ്രാവ് എന്നാണ് അതിന് പറയാം. അതെല്ലാവർക്കും ഓരോന്നും എന്നെ വിട്ടിട്ട് ഞങ്ങൾ 2 പേരും പോയിട്ടാണ് കടയിൽ പോയിട്ട് ഇത് പർച്ചേസ് ചെയ്യാൻ. പിന്നെ ഈ പെണ്ണുങ്ങളെ പങ്കെടുപ്പിക്കും. പെണ്ണുങ്ങളെ കൊണ്ടിട്ട് കൈകൊട്ടി മൗലാഞ്ചിപ്പാട്ടെന്ന് പറഞ്ഞ് കൈ ഇങ്ങനെ ഒരു 10-12 വണ്ടി ഉണ്ടാവും. 12 വണ്ടികളെയും മേള സൈറ്റിൽ മത്സരിപ്പിച്ചതാക്കി അവർക്കും കൊടുക്കാനുള്ള മുണ്ടു, സമ്മാനം എല്ലാം കൊടുക്കും. പൈസ ആയിട്ട് കൊടുക്കും. 1000 രൂപ ഒരു പെണ്ണിന്. അപ്പം അത് കൂടുതൽ തുകയാണ്, നല്ല തുകയാണ്. 1000 രൂപ ഒക്കെ കിട്ടുന്നത്. അവർ കവറിലിട്ട് അതും കൊടുക്കും. കേടാത്ത കനലുകൾ എന്ന പരിപാടിയിലൂടെ ഇതുവരെ കേട്ടത് കദിയാത്തോട് മുഹമ്മദ് പങ്കുവെച്ച അനുഭവങ്ങളും വിശേഷങ്ങളുമാണ്. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്ത ബുധനാഴ്ച ഇതേ സമയം കേൾക്കാം. തയ്യാറാക്കിയത് മുഹമ്മദ് നിഷാം പുതിയ പള്ളി. നന്ദി, നമസ്കാരം.